ഗൈസ്, നമ്മൾ ചില സമയത്ത് ആലോചിക്കാറില്ലേ, നമുക്ക് മാത്രം എന്താണ് ലൈഫിൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാവുന്നത്, നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നമുക്കിങ്ങനെ ഒന്ന് തീരുമ്പോൾ അടുത്തത് അങ്ങനെ അങ്ങനെ നമുക്ക് മാല പോലെ പ്രോബ്ലംസ് എന്താ ഉണ്ടാവുന്നതെന്ന് ചില സമയത്തെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടില്ലേ? നമ്മൾ നോക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ, പുറമേ നിന്നുള്ളതാണോ എന്താണെന്നറിയില്ല, കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും ചില ആൾക്കാരുണ്ട്, ഈ പറഞ്ഞ യാതൊരു പ്രോബ്ലംസും ഉണ്ടാവത്തില്ല, പക്ഷെ അവർക്ക് ടെൻഷനും പ്രഷറും ഡിപ്രഷനും. എന്ത് കാര്യത്തിനല്ലേ? ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മീര എനിക്ക് ഭയങ്കര വിഷമമാണ്, എനിക്ക് നിൻ്റെ അടുക്കലൊന്ന് സംസാരിക്കണം, നീ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീ ആണ്, നീ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ കുറച്ച് നേരം സംസാരിച്ചു. അവളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഇതേമാതിരി തലയ്ക്ക് ഓളം വെട്ടിയത് നിങ്ങളൊക്കെ പുറത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. സത്യസന്ധമായി പറയുവാണെങ്കിൽ ആള് ഭയങ്കര ഡിപ്രഷനാണ്, ഇനി എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമവും കരച്ചിലും ഒക്കെ. കാര്യം ചോദിച്ചും പിടിച്ചും വന്നപ്പോൾ എന്താണെന്നറിയോ, അവൾക്ക് വേറെ ഫാമിലി യാതൊരു പ്രോബ്ലവും ഇല്ല. ഹസ്ബൻഡുണ്ട്, 2 കുട്ടികളുണ്ട്, അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്, അവൾക്ക് ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. ആ കരഞ്ഞതും പിഴിഞ്ഞതും ഒക്കെ എന്തിനാണെന്നറിയാമോ? അവളുടെ 2-3 ഫ്രണ്ട്സ് അവളുമായിട്ട് പിണങ്ങിയെന്നുള്ള ഒറ്റ കാരണം പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഇതൊക്കെ ഒരു കാരണമാണോ ഡിപ്രഷന്? ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളുടെ അടുക്കെ പിണങ്ങി, നമ്മൾ ചില സമയത്ത് നമ്മൾ സോറി പറയും, നമ്മുടെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ, അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ അവരും കറക്റ്റ് ചെയ്യണം. ഓക്കെ, അവർ കറക്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ കുറച്ച് ട്രൈ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണമല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് ഒരു ലെവൽ കഴിഞ്ഞിട്ടും ആ ഫ്രണ്ട്ഷിപ്പ് കറക്റ്റായിട്ട് വർക്കൗട്ട് ആയില്ലെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് വിട്ടാൽ പോരെ. അവളുടെ ഈ പ്രശ്നം കേട്ടപ്പോൾ ശരിക്കും എനിക്ക് തോന്നിപ്പോയത് അവൾക്ക് തലയ്ക്ക് ഓളമാണോന്ന്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. നമ്മൾ ഒരു പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർക്ക്, എനിക്ക് തോന്നുന്നു ഇവൾക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഈ ഒരു ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ തലയിലെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് ഓർത്തിട്ടാണ്. നമ്മൾ നോക്കുമ്പോൾ എന്താ, ആരോഗ്യ പ്രശ്നങ്ങളില്ല ഉണ്ടോ? നമ്മൾ ഇപ്പം നമ്മൾ ഒരു മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ അല്ലെ RCCയിലൊക്കെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ ക്യാൻസർ വാർഡിലൊക്കെ ചെന്ന് അവിടുത്തെ പേഷ്യൻസിനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ കൊതിച്ചിട്ട് നടക്കുന്ന ആൾക്കാരാണ്. ദൈവമേ, ഞാൻ എൻ്റെ ജീവൻ ഇത്രയും കൂടെ നാൾ കൂട്ടിത്തരണേന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് അവരും അവരുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരും കരയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിരിക്കുമ്പോൾ ഇതേപോലത്തെ ഇച്ചിരി പ്രശ്നത്തിൻ്റെ പേരിൽ ഇത്രയും ഡിപ്രഷനുമായി നാളെ ഈ ഡിപ്രഷൻ കൂടിയിട്ട് എന്തെങ്കിലും ചെയ്തു പോയാൽ പോലും നമ്മൾ എന്ത് ചെയ്യും? നമ്മളിത് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ? ഒരു ജെനുവിൻ ആയിട്ടൊരു റീസൺ ഉണ്ടെങ്കിൽ ഒരു രസമുണ്ട്. ഇതേമാതിരി സില്ലി കാര്യത്തിൻ്റെ പുറത്ത് ഡിപ്രഷൻ ആവുന്നവരെ പറ്റി എന്ത് പറയാനാ ഗൈസ്? കേട്ടപ്പോൾ ഞാൻ 2 ചീത്തയും വിളിച്ച് ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഇതൊന്നും ഒരു കാര്യമല്ല, നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ടാന്ന് വെച്ചങ്ങ് മാറി നിന്നാൽ പോരെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാറ്റം ഉണ്ടെന്ന് വിചാരിക്കുന്നു, പിന്നെ അനക്കൊന്നും ഇല്ല.